അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ, അള്ളാഹുവിൻ്റെ ആരിഫീങ്ങൾ, അവരുടെ ഓരോരോ ഉപദേശം, അവരുടെ ഓരോരോ വാക്കുകൾ വല്ലാത്ത ഗൗരവമുള്ള വാക്കുകളാണല്ലോ. അതൊക്കെ നാം ചിന്തിക്കുകയാണെങ്കിൽ എന്തുമാത്രം ഗൗരവമാണ് അതിനുള്ളത്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മദീനയിൽ മുത്തുനബിയുടെ സിയാറത്ത് ചെയ്യുന്ന സമയത്ത് ആ അവസരത്തിൽ അള്ളാഹു അവിടത്തേക്ക് നൽകിയ വലിയൊരു നിഅമത്താണ് ബഹുമാനപ്പെട്ട ഖിദ്ർ നബി അലൈഹിസ്സലാമിനെ കാണാനുള്ള ഒരു അവസരമുണ്ടായി. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ഖിദ്ർ നബി അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടിയപ്പോൾ അവിടുന്ന് ചോദിച്ചു, ഔസിനി, എനിക്കെന്തെങ്കിലും ഒരു ഉപദേശം പറഞ്ഞു തരുമോ? അപ്പോൾ ബഹുമാനപ്പെട്ട ഖിദ്ർ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുത്ത ഒറ്റ ഒരു ഉപദേശം, അത് വല്ലാത്തൊരു ഉപദേശമാണ്, വളരെ ഗൗരവമേറിയ ഉപദേശമാണ്. അതൊക്കെ നാം എന്തുമാത്രം ഉൾക്കൊള്ളേണ്ട ഒരു ഉപദേശമാണ്. എന്നാണ് അവിടുന്ന് പറഞ്ഞു കൊടുത്തു, ഇയ്യാക യാ ഉമർ അൻ തകൂന വലിയല്ലാഹി തആല ഫിൽ അലാനിയത്തി വഅദുവൻ ലഹു ഫിസ്സിറി. ഒറ്റൊരു വാക്കാണ്, പക്ഷേ എന്തുമാത്രം ഗൗരവമാണ് അതിലുള്ളത്. എന്താ പറഞ്ഞത്? ഓ ഉമരെ, അൻ തകൂന വലിയൻ ലില്ലാഹി തആല ഫിൽ അലാനിയത്തി, നിന്റെ പരസ്യ ജീവിതത്തിൽ, എല്ലാവരും കാണുന്ന ജീവിതത്തിൽ, എല്ലാവരും കാണുന്ന സമയത്ത് നീ ഒരു വലിയായി ജീവിക്കുകയും, അതേ നിന്റെ രഹസ്യ ജീവിതത്തിൽ നീ അല്ലാഹുവിൻ്റെ ശത്രുവായി ജീവിക്കുകയും, അതിനെ തൊട്ട് നിന്നെ നീ കാത്തോളനെ എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനോട് പറയണം. ഇത് നമ്മളോടാണോ പറഞ്ഞത് എന്ന് നാം ഓർക്കണം. നമ്മുടെ ജീവിതം അങ്ങനെയാണ്. എന്തേ, ആൾക്കാരെ കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് മുമ്പിൽ, നമ്മുടെ മക്കളെ മുമ്പിൽ, നമ്മുടെ ശിഷ്യന്മാരെ മുമ്പിൽ, നമ്മുടെ കൂട്ടുകാരെ മുമ്പിൽ, നമ്മുടെ നാട്ടുകാരെ മുമ്പിൽ, അയൽവാസികളെ മുമ്പിൽ ഞാൻ വലിയ നല്ല ആളാണ്, അവരൊക്കെയും പറഞ്ഞു പോകും, അയാൾ വല്ലാത്ത തഖ്വയുള്ള ആളാണ്, അയാളൊരു വലിയ തന്നെയാണ്, നല്ല ഇബാദത്തുകാരനാണ്, ഇങ്ങനെയൊക്കെ നാം അവരെ കൊണ്ട് പറയിപ്പിക്കും. പക്ഷേ അവരെല്ലാവരും മറന്നിട്ടുള്ളൊരു ജീവിതം, അവരെല്ലാവരെയും കണ്ണ് തെറ്റിയിട്ടുള്ളൊരു ജീവിതമുണ്ടല്ലോ നമ്മുടെ രഹസ്യ ജീവിതത്തിൽ. അവിടെ നാം എത്ര അള്ളാഹുവിനെ ഭയന്നിട്ടുണ്ട്, എത്ര അള്ളാഹുവിനോട് നാം ഇബാദത്ത് ചെയ്തിട്ടുണ്ട്, അവിടെ നാം എത്ര വലിയായി നാം ജീവിച്ചിട്ടുണ്ട്. അതാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, നിന്റെ പരസ്യ ജീവിതത്തിൽ നീ വലിയായി ജീവിക്കുകയും നിന്റെ രഹസ്യ ജീവിതത്തിൽ നീ അള്ളാഹുവിൻ്റെ ശത്രുവായി ജീവിക്കുന്നതിന് തൊട്ട് നീ കാത്തോളനെ എന്ന് ബഹുമാനപ്പെട്ടവർ വളരെ ഗൗരവത്തോടു കൂടെ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. പലപ്പോഴും നാം അതിൽ പയച്ചു പോവുകയാണ്, നാം അതിൽ നഷ്ടപ്പെട്ടു പോവുകയാണ്, നമ്മുടെ ജീവിതം അങ്ങനെ ആയിപ്പോവുകയാണ്. ആൾക്കാരെ മുമ്പിലൊക്കെ നാം ധാരാളം നിസ്കരിക്കുന്നവരാണ്, ധാരാളം ഖുർആൻ ഓതുന്നവരാണ്, ധാരാളം നന്മകൾ ചെയ്യുന്നവരാണ്. ആരെ മുമ്പിലും നാം തിന്മ ചെയ്യുകയില്ല, ആരെ മുമ്പിലും നാം ഹറാമിയത്ത് കാണുകയില്ല, ഹറാമത്ത് ചെയ്യുകയില്ല. നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളെ കാണുമ്പോൾ അല്ലാത്ത മതിപ്പാണ്, നമ്മുടെ ഭാര്യമാർക്ക്, മക്കൾക്കൊക്കെ നമ്മളെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. അതേ, നമ്മുടെ ശിഷ്യന്മാർക്ക് നമ്മളെ കുറിച്ച് ഉസ്താദ് നല്ലൊരു ഉസ്താദാണെന്നുള്ള നല്ല അഭിപ്രായമാണ്. പക്ഷേ അവരെങ്ങാനും നമ്മുടെ രഹസ്യ ജീവിതം അറിഞ്ഞിരുന്നെങ്കിൽ, ഒന്ന് ഓർത്തു നോക്കേ, നമ്മുടെ രഹസ്യ ജീവിതം എൻ്റെ മാതാപിതാക്കൾ അറിയുമായിരുന്നെങ്കിൽ, എൻ്റെ രഹസ്യ ജീവിതം എൻ്റെ മക്കൾ അറിയുമായിരുന്നെങ്കിൽ, എൻ്റെ രഹസ്യ ജീവിതം എൻ്റെ ഭാര്യ, ഭാര്യ രഹസ്യ ജീവിതം ഭർത്താവ്, ഇങ്ങനെ അയൽവാസികൾ ഇങ്ങനെ അറിയുമായിരുന്നെങ്കിൽ, നമ്മളോട് ഇന്ന് കാണിക്കുന്ന ഈ ബഹുമാനം, ഈ ഗൗരവം അവർ കാണിക്കുമായിരുന്നു എന്ന് വളരെ ഗൗരവത്തോടു കൂടെ ഓർക്കേണ്ട വിഷയമാണ്. അപ്പോൾ ഇങ്ങനൊരു ജീവിതം കൊണ്ട് ഒരു ഉപകാരവുമില്ല, അത് നഷ്ടമല്ലാതെ ഖേദമല്ലാതെ വേറൊന്നും അതുകൊണ്ട് കിട്ടാൻ പോകുന്നില്ല. നമുക്ക് വേണ്ടത് രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ വലിയാകണം, രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ ഭയന്ന് തഖ്വയോടും സൂക്ഷ്മതയോടും കൂടെ ആര് കണ്ടിട്ടില്ലെങ്കിലും, എല്ലാ സാഹചര്യങ്ങൾ ഒത്തുവന്നിട്ടുണ്ടെങ്കിലും ആ സമയത്ത് റബ്ബിന് വേണ്ടി ഞാൻ ഹറാമിയത്ത് കാണില്ല, ഹറാമിയത്ത് ചെയ്യില്ല, ഹറാമിയത്ത് പറയില്ല, ഹറാമിയത്ത് പ്രവർത്തിക്കില്ല എന്ന് നമ്മെ
നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അന്ന് നിനക്ക് നിന്നെക്കുറിച്ച് സന്തോഷിക്കാം എന്നല്ലാതെ ആൾക്കാരുടെ മുമ്പിൽ മാത്രം നീ ഒരു വലിയായിട്ടോ നീ ഒരു നല്ല മനുഷ്യനായിട്ടോ എന്ത് ഉപകാരമാണ്? റബ്ബിനതൊന്നും ആവശ്യമില്ലല്ലോ. ആൾക്കാരുടെ മുമ്പിൽ നീ നന്നായിട്ട് ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ആൾക്കാരുടെ മുമ്പിൽ വലിയായി ആവുകയും അതേ നമ്മുടെ രഹസ്യ ജീവിതത്തിൽ അല്ലാഹുവിൻ്റെ ശത്രുവാവുകയും അങ്ങനൊരു ജീവിതമാണോ നാം ജീവിച്ചിട്ടുള്ളത് എന്ന് ഗൗരവത്തോടു കൂടെ ഓർക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഒരിക്കലും അങ്ങനെ ആയി പോകരുത്. നമ്മുടെ രഹസ്യ ജീവിതം, ആരും അറിയാത്തൊരു ജീവിതം, അത് നാം ശുദ്ധിയാക്കണം. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ അള്ളാഹു അതിനും കൂടി പരസ്യപ്പെടുത്തും. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഒരിക്കലും അങ്ങനെ ആയി പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രഹസ്യ ജീവിതത്തിനെ നല്ല ഭംഗിയാക്കി തഖ്വയോടുകൂടെ സൂക്ഷ്മതയോടുകൂടെ അള്ളാഹുവിനെ ഓർമ്മിച്ച് അള്ളാഹുവിനെ ഓർത്തു ജീവിക്കാൻ അവൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.